എല്ലാം ശ്രീനാരായണ ഗുരുദേവനിൽ അർപ്പിച്ച ദീപ്തി സാനു വരച്ചു തുടങ്ങിയപ്പോൾ പൈൻമരത്തടിയിൽ തെളിഞ്ഞത് മഹാഗുരുവിന്റെ ജീവിതകാണ്ഡമാണ്. ജനനം മുതൽ സമാധി വരെയുള്ള കാലഘട്ടം, 21 ഫ്രെയിമുകൾ. സ്വകാര്യ ബാങ്ക് ജീവനക്കാരിയായ മാങ്ങാനം അയ്യംകുളം വീട്ടിൽ ദീപ്തി തന്റെ മനസ്സിലേക്കാണ് ഗുരുദേവ ചരിത്രം ആദ്യം പകർത്തിയത്. വൈകാതെ ഹൃദയം കൊണ്ട് ക്യാൻവാസിലാക്കി. SNDP യോഗം 501 നമ്പർ മാങ്ങാനം ശാഖ പ്രാർത്ഥനാ മന്ദിരം ഉദ്ഘാടന വേളയിലാണ് ഗുരുചരണം ചിത്രപ്രദർശനമെന്ന ആഗ്രഹം ഉടലെടുത്തത്. ചിത്രകലാ അധ്യാപകനായ ജോജോ തോമസ് നിർദ്ദേശങ്ങൾ നൽകി. ഗുരുദേവനെ കുറിച്ച് 2.5 വർഷം നീണ്ട പഠനം. പിന്നാലെ 3 അടി നീളത്തിലും 2 അടി വീതിയിലുമുള്ള ഓരോ ക്യാൻവാസിലേക്ക് ഇത് പകർത്തി. അക്രലിക് ഉപയോഗിച്ചായിരുന്നു വര. ഗുരുവിന്റെ ഗ്രാമമായിരുന്നു ആദ്യ ഫ്രെയിം. മരുത്വാമലയിലേക്കുള്ള യാത്ര, അരുവിപ്പുറം പ്രതിഷ്ഠ, നാഗമ്പടം തേന്മാവിൻ ചുവട്ടിൽ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകുന്ന ഗുരു, റിക്ഷയിലെ സഞ്ചാരം, മഹാസമാധി എന്നിങ്ങനെ വിവിധ ഫ്രെയിമുകൾ. 21ാമത്തേത് ധ്യാന നിമഗ്നനായ ഗുരുവിന്റെ ചിത്രമാണ്. ഇതിനോടകം നിരവധിയിടങ്ങളിൽ പ്രദർശനം നടത്തി. എൻ്റെ പേര് ദീപ്തി. ഞാൻ മാങ്ങാനം സ്വദേശിനിയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുവിധം നന്നായിട്ടൊക്കെ വരയ്ക്കുമായിരുന്നു. പക്ഷെ ചിത്രരചനയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല, പഠിക്കുന്നതിനായിരുന്നു. അപ്പൊ പഠനശേഷം പ്രീ ഡിഗ്രി പഠനശേഷം ഞാൻ കൊട്ടാരത്ത് ശങ്കുണ്ണി സ്മാരക സ്കൂൾ ഓഫ് ആർട്സിൽ പടം വരയ്ക്ക് ചേർന്നു. അവിടെ 2 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം ഒരു മാഗസിനിൽ ജോലി കിട്ടി. ഞാനവിടെ ആർട്ടിസ്റ്റായിട്ട് ജോലി നോക്കിയായിരുന്നു. ആ സമയത്തൊക്കെ പക്ഷെ ചിത്രരചന അധികം ചെയ്യേണ്ടി വന്നില്ല. അവിടെ വേറെ പ്രൂഫ് റീഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം കോവിഡ് കാലത്താണ് വീണ്ടും ഞാൻ ചിത്രരചന വളരെ ഗൗരവമായിട്ട് എടുത്തത്. കോവിഡ് സമയത്ത് ഞാൻ കൂടുതൽ ചിത്രങ്ങളിലേക്ക് തുടർന്ന് വന്നപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരും ഞാൻ HDFC സെയിൽസിനാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ മാനേജർ, സഹപ്രവർത്തകരൊക്കെ തന്നെ ഇതിലേക്ക് കൂടുതൽ എക്സിബിഷൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു. മാങ്ങാനം SNDP ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വ്യത്യസ്തമായ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നെൻ്റെ മനസ്സിൽ വളരെ ആഗ്രഹമായിരുന്നു. എൻ്റെ ഒരു 10-22 വർഷത്തെ ആഗ്രഹമായിരുന്നു അത്. ഞാൻ എൻ്റെ അധ്യാപകനും ഫിലിമിലെ ആർട്ട് ഡയറക്ടറും ഒക്കെ ആയ ജോജോ സാറിനോട് ഞാനിങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും ചിത്രങ്ങൾ ചെയ്യണം എന്ന് കരുതി പറഞ്ഞപ്പോൾ സാറ് തന്നെ പറഞ്ഞത് മറ്റ് ചിത്രങ്ങൾ ചെയ്യേണ്ട, ഗുരുദേവന്റെ പേരിലുള്ള ഓഡിറ്റോറിയത്തിൽ ഗുരുദേവന്റെ ജീവചരിത്രങ്ങൾ പഠിച്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ 2.5 വർഷത്തോളം ഞാനിത് ഗുരുദേവ ചരിത്രങ്ങൾ പഠിച്ചു. അതൊരു സീരീസ് ആയിട്ട് 21 ചിത്രങ്ങളിലാക്കി ചെയ്തു. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തമായിരുന്നു. ആദ്യം ചെയ്തത് ഗുരുദേവൻ ജനിച്ച വയൽവാരം വീട് മുതലായിരുന്നു എൻ്റെ ചിത്രങ്ങളുടെ തുടക്കം. ഗുരുദേവൻ ജനിച്ച വയൽവാരം വീട്, അതിനുശേഷം അദ്ദേഹത്തിന്റെ ഗ്രാമത്തിന് ശേഷം ഈ സാമൂഹ്യ വ്യവസ്ഥിതിയൊക്കെ കണ്ടുമാറുന്ന വളരെ 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 സങ്കടപ്പെട്ട ഒരു ബാലകൻ, അതിനുശേഷം കുടിപ്പള്ളിക്കുടത്തിലേക്ക് പോകുന്ന ബാലകൻ, അദ്ദേഹത്തിന്റെ പഴയ വീട്, അതിന്റെ മുന്നിലെ മരം, പിന്നീട് അദ്ദേഹം ആശാനായി മാറിയ ഒരവസ്ഥ, കുട്ടികളെ പഠിപ്പിക്കുന്നു. പിന്നീട് വിവാഹത്തിലേക്ക് വീട്ടുകാർ നിർബന്ധിക്കുകയും അദ്ദേഹം എൻ്റെ ജീവിതവ്രതം ഇതല്ല, സന്യാസമാണെന്ന് ആ വധുവിനോട് ആ പെൺകുട്ടിയോട് പറഞ്ഞ് തിരിച്ചു പോരുന്ന ചിത്രങ്ങൾ. അവിടുന്ന് അദ്ദേഹം വന്നത് പുഴയിൽ ഒരു തർപ്പണം നടത്തി കാട്ടിലേക്ക് മറയുകയായിരുന്നു. മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ അദ്ദേഹം 5 വർഷക്കാലം തപസ് ചെയ്തു. ആ ചിത്രങ്ങള്, പിന്നീട് ഗുരുദേവന്റെ പല പല ധ്യാന ശ്ലോകങ്ങളെ ആസ്പദമാക്കിയുള്ള ധ്യാനങ്ങളുടെ കുറെ ചിത്രങ്ങൾ വരച്ചു. ഗുരുദേവൻ സുബ്രഹ്മണ്യാഷ്ടകം എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ധാരാളം മയിൽപ്പീലികൾ, അതായത് എൻ്റെ ഒരു ഭാവനയാണ്, സുബ്രഹ്മണ്യന്റെ കടാക്ഷം ലഭിക്കുന്നതായിട്ടുള്ളൊരു ഭാവനയിൽ അങ്ങനെ കുറെ ചിത്രങ്ങൾ സീരിയസ് ആയിട്ട് വരച്ചു. പിന്നീട് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ ചിത്രം, അതിനുശേഷം അദ്ദേഹം നാഗമ്പടം
ക്ഷേത്രത്തിൽ വരികയും ശിവഗിരി തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് അനുമതി കൊടുക്കുന്ന തേന്മാവൻ ചുവട്ടിൽ നിന്ന് അനുമതി കൊടുക്കുന്ന ചിത്രങ്ങൾ വരച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്ടകാലം വൈദിക മഠത്തിലായിരുന്നു ആ ചിത്രം. പിന്നീട് അവസാനമായി മഹാസമാധിയിൽ എത്തി. തിരിച്ചെത്തി വരകളിലേക്ക്. ചിത്രകല മുൻപ് പഠിച്ചിരുന്നുവെങ്കിലും കോവിഡിന് ശേഷമാണ് സജീവമായത്. കോടിമത കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സ്കൂൾ ഓഫ് ആർട്സിലായിരുന്നു പഠനം. വനിതാ ദിനത്തിൽ ഓൺലൈൻ ചിത്രരചനയിലും ഫ്ലവർ ഷോയിലും കുടുംബശ്രീ സരസ് മേളയിലും പങ്കെടുത്തു. ഒരുത്തി സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടും ദീപ്തിയുടെ ചിത്രങ്ങൾ തിരഞ്ഞെടുത്തു. കുടമാളൂർ കോട്ടപ്പുറത്ത് വീട്ടിൽ പരേതനായ മോഹനന്റെയും സുമതയുടെയും മകളാണ്. ഭർത്താവ് സാനു, മക്കൾ സിദ്ധാർത്ഥ്, സ്വാതികി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.